Recording in progress. ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് വെൽക്കം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഏത് ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കുന്നതെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുക. ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചാപ്റ്റർ 13 ആണ് എടുക്കുന്നത്, ടൈഗർ ഇൻ ദ ടണൽ. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഞാൻ വൈകിട്ട് എന്തെങ്കിലും ഒരു പഴം കഴിക്കാറില്ലേ? അതെനിക്ക് ആവശ്യമുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഏത് ചാപ്റ്റർ ആയി എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് 13ാമത്തെ ചാപ്റ്റർ കേട്ടോ, ചാപ്റ്റർ 13 ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോറി കേട്ടോ. ഒരു ചെറിയ കുട്ടിയുടെയും അവന്റെ വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടും അതിലൂടെ അവൻ എന്തൊക്കെയാണ് ചെയ്തത്, അവൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു, അതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സ് എത്ര പേരുണ്ട്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റോറി ആകുമ്പോൾ നമ്മൾ കൂടുതൽ അതൊക്കെ ഓർത്തിരിക്കണമല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എക്സാമിന് പേരും എന്താണ് വിവരങ്ങള്, അവരെന്ത് ചെയ്യുന്നവരാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റോറി ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവരുടെ പേര്, അവരെന്ത് ചെയ്യുന്നവരാണ്, കുട്ടിയാണോ വലിയ ആളാണോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാം. എന്താണ് സ്റ്റോറിയിൽ പറയുന്നത്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ആദ്യമായിട്ട് സമ്മറി നോക്കുകയാണെങ്കിൽ ദ ടൈഗർ ഇൻ ദ ടണൽ ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് അല്ലെ. അപ്പൊ നമ്മൾ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത് മറ്റേ ഈ ചെറുകഥകളൊക്കെ കൂടുതലായിട്ടും എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പേര് അല്ലെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കഥ ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയും എഴുതിയിട്ടുള്ളത് ആര് തന്നെയാണ്, റസ്കിൻ ബോണ്ട് ആണ് എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ ഫാമിലി. നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങളുടെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലാസ്സിൽ കയറുക കേട്ടോ. കാരണം നിങ്ങൾ അവിടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇവിടെ കേട്ടിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ആകും.
അപ്പൊ ഓൾറെഡി മഴയൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ കൂട്ടത്തില് നിങ്ങളും കൂടെ സംസാരിക്കരുത്, അപ്പൊ നമുക്ക് ഒന്നുകൂടെ കേൾക്കാൻ പറ്റാതെയൊക്കെ ആവും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രം ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞു വന്നത്, റസ്കിൻ ബോണ്ട് അല്ലെ. അപ്പൊ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓതറിന്റെ ആണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി കേട്ടോ, ദ ടൈഗർ ഇൻ ദ ടണൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ് പറയുന്നത്, Bellodo along with his wife, daughter and son Tembu lived in a small village. അല്ലെ, അപ്പൊ ആ ഒരു വരിക്കകത്ത് നമുക്ക് ഈ കഥയിലെ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുകയാണ് അല്ലെ. അപ്പൊ എത്ര പേരുണ്ട്, ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെലേഡോ അല്ലെ, ബെലേഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ വീട്ടിലെ അച്ഛന്റെ പേര് അല്ലെ. അപ്പൊ ഇതിപ്പോൾ നോർത്തിലൊക്കെ നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് നമുക്ക് അത്ര പരിചയമില്ലാത്ത പേര് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബെലോഡോ എന്താണ്, ബെലോഡോ അവിടുത്തെ അച്ഛൻ അല്ലെ, ആ വീട്ടിലെ അച്ഛന്റെ പേരാണ് ബെലോഡ എന്ന് പറയുന്നത് കേട്ടോ. ബൽഡിയോ അലോങ് വിത്ത് ഹിസ് വൈഫ്, ഡോട്ടർ ആൻഡ് സൺ, അവരുടെ വൈഫിന്റെയും പിന്നെ അയാൾക്ക് ഒരു മോളുണ്ട് മോനുണ്ട്. അപ്പൊ അച്ഛൻ, അമ്മ, മകള്, മകൻ അല്ലെ, ആ ഒരു 4 പേരടങ്ങുന്നതാണ് ഈ കഥയിലെ ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ. സൺ തെമ്പു, മകന്റെ പേര് തെമ്പു എന്നാണ്. പിന്നെ മകളുടെ പേര് പറയുന്നില്ല കേട്ടോ. പിന്നെ വൈഫുണ്ട്. അങ്ങനെ ഇവർ 4 പേരും, അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു ഫാമിലിയുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അവരെവിടെയാണ്, ലീവ് ഇൻ എ സ്മോൾ വില്ലേജ്, അവർ ചെറിയൊരു ഗ്രാമത്തിലാണ് അവര് താമസിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും, ചെറിയ ചെറിയ കൃഷികൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തൊക്കെ ഉപജീവനം നടത്തുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് നമ്മളിവിടെ കാണുന്നത്. റൈസ് ഫീൽഡ് could not support the family, so he became a railway employee. അപ്പോൾ ഇവര് ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ആളുകളായപ്പോൾ അവർക്ക് എന്താണ്, അത്ര വലിയ കാശോ വരുമാനോ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കുടുംബപരമായിട്ട് കൃഷി ചെയ്തൊക്കെയാണ് ഉപജീവനം നടത്തുന്നത്. അപ്പൊ ഈ തെമ്പുവിന്റെ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ വിചാരിക്കുകയാണ് ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒന്നും ആകുന്നില്ല അല്ലെ, എല്ലാത്തിനും പൈസ വേണം. അപ്പൊ കൃഷിയിൽ നിന്നുള്ള ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു അഡീഷണൽ ആയിട്ട് അല്ലെ, കുറച്ചും കൂടെ ഒരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു റെയിൽവേ എംപ്ലോയി, അവിടെ അടുത്തുള്ള ഒരു റെയിൽവേയിൽ അദ്ദേഹം ഒരു പാർട്ട് ടൈം പോലെയൊക്കെ അദ്ദേഹം ജോലിക്ക് ശ്രമിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അവിടുത്തെ ജോലിയും കൂടെ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ വീട്ടിലെ കൃഷിയൊക്കെ ഉണ്ട്, അത് കൂടാതെ കുറച്ചും കൂടെ വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അടുത്തുള്ള റെയിൽവേയിലും കൂടെ ഒരു ജോലിക്കാരനായിട്ട് കയറുകയാണ്. His job was to see that the lamp was burning and give signal that the track inside the tunnel was clear. അപ്പൊ ഇദ്ദേഹത്തിന് റെയിൽവേയിൽ ജോലിയുണ്ട് അല്ലെ. അപ്പൊ എന്ത് ജോലിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്, എന്ത് ജോലിയാണ്, ഹിസ് ജോബ്, അദ്ദേഹത്തിന്റെ ജോലി എന്താണ്, ടു സീ ദാറ്റ് ദ ലാമ്പ് വാസ് ബേണിംഗ്, അവിടെ സിഗ്നൽ കൊടുക്കുക അല്ലെ. നമ്മുടെ ടണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, വലിയ തുരങ്കമൊക്കെ പോലെ ഉള്ളതിന്റെ കൂടെ നമ്മൾ ട്രെയിനൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന ട്രെയിനിന് എന്ത് വേണം, കറക്റ്റ് ആയിട്ട് സിഗ്നൽ കിട്ടണം അല്ലെ. പുറത്തേക്കൊക്കെ വരുമ്പോൾ സിഗ്നൽ ഒക്കെ കിട്ടി അപകടങ്ങളൊന്നും ഇല്ലാതെ നല്ല യാത്ര നല്ല സേഫ് ആക്കണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ്, സിഗ്നൽ കൊടുക്കുക അല്ലെ, അവിടുത്തെ ലാമ്പ് കത്തിച്ച് സിഗ്നൽ കൊടുക്കുക എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. That the track inside the tunnel was clear. അപ്പോൾ ടണലിന്റെ ഉള്ളിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ട്രാക്കൊക്കെ ക്ലിയർ ആണ്, ട്രെയിന് പാസ് ചെയ്ത് പോകാമെന്നുള്ളൊരു സൂചന അല്ലെ, ലാമ്പ് കത്തിച്ച് കൊടുക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ തെമ്പു എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛൻ ഒരു അഡീഷണൽ ആയിട്ട് റെയിൽവേയിൽ ഈ ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ ജീവിതം ഒരു ഹാപ്പി ആയിട്ട് കുറച്ച് കൂടുതൽ പൈസയൊക്കെ കിട്ടി അവര് സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഓക്കെ, ഇനി ബാൽഡിയോ വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ആനിമൽസ്. അപ്പൊ ഈ തെമ്പുവിന്റെ അച്ഛൻ എന്താണ്, ഒരു പേടിയൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മള് ടണൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഇരുട്ട് നിറഞ്ഞതും അല്ലെ, മൃഗങ്ങളൊക്കെ കയറി വരാനും അങ്ങനെ ഒരുപാട് ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ തെമ്പുവിന്റെ അച്ഛന് വൈൽഡ് ആനിമൽസിനെ ഒന്നും പേടിയില്ല. നമ്മള് എന്താണ്, സിംഹം അല്ലെ, പുലി എന്നൊക്കെ പറഞ്ഞ നാട്ടിലിറങ്ങി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള വൈൽഡ് ആനിമൽസിനൊന്നും ഒട്ടും പേടിയൊന്നുമില്ല, കാടിനോടൊന്നും യാതൊരു വിധത്തിലുള്ള ഭയമൊന്നും ഇല്ലാത്ത ഒരാളാണ് തെമ്പുവിന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എത്രയും നന്നായിട്ട് ആ ഒരു ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. ഹിസ് ആക്സ് ഗേവ് ഹിം കോൺഫിഡൻസ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കോടാലി ഉണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ബലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആക്രമിക്കാനും അല്ലെ, മറ്റെന്ത് ജീവികളിൽ നിന്നും രക്ഷ നേടാനും അപകടങ്ങളൊക്കെ ഉണ്ടായാലും അദ്ദേഹത്തിന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ആക്സ് ആണ് കേട്ടോ. ആ ഒരു കോടാലിയാണ് അദ്ദേഹം കയ്യിൽ മുറുക്കെ പിടിച്ചിരിക്കുന്നത്. ഹിസ് ആക്സ് ഗേവ് ഹിം കോൺഫിഡൻസ് ആസ് ഹി ന്യൂ ഹൗ ടു യൂസ് ഇറ്റ്. അപ്പൊ അദ്ദേഹത്തിന് ഈ കോടാലി
വളരെ പെട്ടെന്ന് എടുത്ത് ശത്രുവിന്റെ നേരെ പ്രയോഗിക്കാനും മൃഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഓടിക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവും കൂടിയുണ്ട്. അപ്പൊ ഈ കോടാലിയുടെ ബലത്തിലാണ് അദ്ദേഹം എന്ത് രാത്രി മുഴുവൻ എവിടെ ആ ഇരുട്ടത്ത് ട്രെയിനിനൊക്കെ സേഫ് ആയിട്ട് കടന്നു പോകാനായിട്ട് സിഗ്നലൊക്കെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹി വൺസ് കിൽഡ് എ ബോർ വിത്ത് ഇറ്റ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നിട്ടുള്ള ഒരു കരടിനെയൊക്കെ അദ്ദേഹം അങ്ങനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കഥയൊക്കെ അദ്ദേഹത്തിന് സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വൈൽഡ് ആനിമൽസിന്റെ ഒക്കെ അറ്റാക്ക് ഒക്കെ നന്നായിട്ട് നടക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു തെമ്പുവിന്റെ അച്ഛൻ ജോലിക്കായിട്ട് നിൽക്കുന്നത്. ബാൽഡിയോ then had an encounter with a tiger. He drove the weapon against the stuck in the bone. അപ്പൊ ഒരു ദിവസം ഈ വൈൽഡ് ആനിമൽസിന്റെ അറ്റാക്ക് ഉണ്ടാവും നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? ഒരു ടൈഗറിന്റെ അറ്റാക്ക് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് സംഭവിക്കുകയാണ് അല്ലെ. അപ്പൊ രാത്രി സമയമൊക്കെ ആകുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ കാട്ടിൽ നിന്നൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ പതിവ് പോലെ സിഗ്നൽ കാണിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഒരു ടൈഗറിന്റെ അറ്റാക്ക് ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോടാലി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ബലം അല്ലെ, ആക്സ് തന്നെയാണ് ബലം. അപ്പൊ അത് വെച്ചിട്ട് അദ്ദേഹം ആ ടൈഗറിനെ എതിർക്കാൻ നോക്കി, വെട്ടാനൊക്കെ നോക്കി, വെട്ടുകയും അതിനെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുഴപ്പം പറ്റി. എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ആ കോടാലി ചെന്നിട്ട് നമ്മുടെ ഈ ടൈഗറൊക്കെ നല്ല ബലമുള്ള മൃഗങ്ങളാണല്ലോ. അപ്പൊ ഈ ടൈഗറിന്റെ മേത്ത് കൊണ്ടിട്ട് അതിന്റെ ബോണിന്റെ ഇടയ്ക്ക് ഈ ഒരു കോടാലി സ്റ്റക്ക് ആയി പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോ ആഞ്ഞ് അതിനെ വെട്ടിയിട്ടുണ്ടാവാം. അപ്പൊ കോടാലി അതിന്റെ ആ എല്ലിന്റെ ഉള്ളിൽ സ്റ്റക്ക് ആയി പോയി എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് remained stuck in the bone. അപ്പൊ ആക്രമിച്ചു, പക്ഷെ അത് അതിനുള്ളിൽ സ്റ്റക്ക് ആയി പോയി. Baldio was left without a weapon and he lost his life in the tiger's next attack. അപ്പോ പെട്ടെന്നുണ്ടായ ആ ആക്രമണത്തിൽ അദ്ദേഹം ഒരുപാട് എതിർത്ത് നിൽക്കാൻ നോക്കി. പെട്ടെന്നുണ്ടായ വെട്ടില് ടൈഗറിന്റെ ബോൺസിന്റെ ഉള്ളില് ആ ഒരു ആക്സ് സ്റ്റക്ക് ആയി പോയി. പിന്നീട് ടൈഗർ എന്ത് ചെയ്തു? നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ തിരിച്ച് ബാൽഡിയോനെ ടൈഗർ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അങ്ങനെ എന്ത് പറ്റി? അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഈ ബാൽഡി എന്ന് പറയുന്ന സാഹസികനായിട്ടുള്ള ധൈര്യശാലി ആയിട്ടുള്ള ആ ഒരു അച്ഛൻ അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്തുണ്ട്? ഈ തെമ്പുവിന് എന്തുണ്ട്? വേറെ വരുമാനമൊന്നുമില്ല അല്ലെ. അച്ഛനാണ് കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തെമ്പു എന്തെടുത്തു? അച്ഛന്റെ ആ ഒരു ജോലി വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുവാനായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ടൈഗർ ലോസ്റ്റ് ഇറ്റ്സ് ലൈഫ് ഇൻ ദ ട്രാക്ക്. അങ്ങനെ ടൈഗർ എന്ത് ചെയ്തു? ടൈഗറും അവിടെ പോയി, അതുപോലെ തന്നെ തെമ്പുവിന്റെ അച്ഛന്റെ ജീവനും പോയി കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ തെമ്പു എന്ത് ചെയ്തു? തെമ്പു ലുക്ക്ഡ് ആഫ്റ്റർ ദ ഫാമിലി ഇൻ എ പ്ലേസ് ഓഫ് ഹിസ് ഫാദർ. അങ്ങനെ അച്ഛന് പകരമായിട്ട് ആ ഒരു ജോലി റെയിൽവേയില് ആ ട്രാക്കിൽ സിഗ്നൽ കാണിക്കുന്ന ആ ഒരു ജോലി നമ്മുടെ ഈ തെമ്പു എന്ന് പറയുന്ന ഈ ചെറിയൊരു പയ്യൻ അല്ലെ, നമ്മുടെ ചെറിയൊരു ബാലൻ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അവന് കുടുംബം നോക്കണം അല്ലെ. അമ്മയും പെങ്ങളും ഒക്കെ വീട്ടിൽ ഉണ്ട്, അവർക്ക് ജീവിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അച്ഛൻ ചെയ്തിരുന്ന ആ ജോലി അവൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. He took up his father's job and now he is not afraid of the forest. അങ്ങനെ അവന്റെ അച്ഛൻ ചെയ്തിരുന്ന ആ ഒരു ജോലി വളരെ ധൈര്യത്തോടു കൂടി, വളരെ കോൺഫിഡൻസോട് കൂടി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്തുണ്ട്? And he is not afraid of the forest as his father's axe was with him. എന്നിട്ട് എന്തുണ്ട്? അവന് പിന്നെ കാടിനെയോ വൈൽഡ് ആനിമൽസിനെയോ ഒന്നും അവൻ പേടിയേ തോന്നിയിട്ടില്ല. കാരണം എന്താണ്? അവന് അവന്റെ കുടുംബം നോക്കണമെന്നൊരു ഉറപ്പ് അവന്റെ മനസ്സിലുണ്ട് അല്ലെ. വേറെ വരുമാനമൊന്നും ഇല്ല, അവനാണ് അവരെ സംരക്ഷിക്കേണ്ടത്. ആ ഒരു ചിന്തയുണ്ട്. ഏത് ചാപ്റ്റർ ആയത്? 13 ആ ചാപ്റ്റർ 13 ആണ് കേട്ടോ. ഓക്കെ, അതിനപ്പുറത്തേക്ക് എന്തുണ്ട്? അവന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് അല്ലെ. എന്റെ അച്ഛന്റെ ഈ ഒരു ആക്സ്, അച്ഛൻ വളരെ ധൈര്യത്തോടു കൂടി ജോലി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നതും ഈ ഒരു കോടാലി കയ്യിലുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അല്ലെ. അപ്പൊ ഇവനും എന്തുണ്ട്? ആ കോടാലി എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ വളരെ ധൈര്യത്തോടു കൂടി അച്ഛന്റെ ആ ഒരു ജോലി ഏറ്റെടുത്ത് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്? ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 13 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആരൊക്കെയായിരുന്നു നമ്മുടെ സ്റ്റോറിയിലുള്ളത്? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഒത്തിരി ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, വളരെ എളുപ്പം ഓർത്തിരിക്കാം. ഇവിടെ ബാൽഡിയോ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്, അദ്ദേഹത്തിന് വൈഫുണ്ട്, മകളുണ്ട്, ഒരു മകനുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ വൈഫിന്റെയും മകളുടെയും പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അവര് വൈഫ് ഡോട്ടർ എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. പക്ഷെ അച്ഛന്റെ പേര് ബാൽഡിയോ കൊടുത്തിട്ടുണ്ട്,
മകന്റെ പേര് തെമ്പു എന്ന് പറയുന്നു അല്ലെ. അവരുടെ രണ്ടുപേരുടെയും പേരാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ പഠിക്കേണ്ടത്. പിന്നെ ടൈഗർ എന്ന് പറയുന്ന ആ ഒരു പേര്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഒരു ചെറിയൊരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഒരു ചെറിയൊരു സ്മോൾ ഫാമിലിയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട് അല്ലെ. അച്ഛന്റെ പേര് ബാൽഡിയോ എന്നാണ്, മകന്റെ പേരെന്താണ്? തെമ്പു എന്നാണ് അല്ലെ. അപ്പൊ അവരുടെ വീട്ടില് കഷ്ടപ്പാടൊക്കെ കൂടുതലായത് കാരണം, ബുദ്ധിമുട്ടൊക്കെ ആയത് കാരണം അച്ഛൻ ഫോറസ്റ്റില് അവിടെ റെയിൽവേയില് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഇൻകത്തിന് വേണ്ടി ഒരു ജോലി നോക്കുന്നു. ട്രാഫിക് സിഗ്നൽ ഒക്കെ കാണിക്കുക അല്ലെ, ടണലിൽ ക്ലിയർ ആക്കി ട്രെയിനൊക്കെ കടന്നു പോകാൻ ഒരു സിഗ്നൽ ഒക്കെ കാണിച്ചു കൊടുക്കാന്ന് ചെറിയൊരു ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം അദ്ദേഹം ഒരു ടൈഗറിന്റെ അറ്റാക്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള തെമ്പു വളരെ കോൺഫിഡൻസോട് കൂടി അച്ഛന്റെ ആ ഒരു ആക്സ് ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ട്, അച്ഛന്റെ ആ ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് അവൻ ആ കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം ജോലി ഏറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്റ്റോറി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാനോ ഓർക്കാനോ ഒന്നുമില്ല അല്ല. നമുക്ക് ചെറിയൊരു കുഞ്ഞു കഥ പോലെ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കഥയെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കിടക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വന്നിട്ട് നമ്മുടെ ഈ സ്റ്റോറിയെ പറ്റി തന്നെയുള്ളൂ. ചെറിയ ക്യാരക്ടേഴ്സ് ആരാണ്, എന്താണ് ചെയ്യുന്നത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ വന്നിട്ട് കൂടുതലും ഈ 1 വേർഡ് പോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലെ. അപ്പൊ നമ്മളത് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറിനെ കുറച്ചും കൂടെ നമുക്ക് അടുത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാസേജ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളോട് മോഡൽ എക്സാം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കൂടുതലായിട്ടും പാസേജ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, നല്ലൊരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പൊ നമ്മൾ പാസേജ് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എക്സസൈസ് പോലെ എടുക്കാം കേട്ടോ. കാരണം ഈ പാസേജിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഏത് പാസേജ് കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് അതിനെ കണക്ട് ചെയ്ത് ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫാദേഴ്സ് നെയിം? ഇവിടെ ഞാൻ പറഞ്ഞു 2-3 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റോറിയിൽ. അതുകൊണ്ട് തന്നെ നമ്മളോട് ഇവരുടെ ക്യാരക്ടേഴ്സും ഇവരുടെ പ്രായവും അവർ ജോലി ചെയ്യുന്നത് എന്താണെന്നൊക്കെ നമ്മളോട് ക്ലിയർ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഫാദേഴ്സ് നെയിം? ഇവിടെ അച്ഛന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛന്റെ പേരെന്താണ്? ബാൽഡിയോ എന്നാണ് അച്ഛന്റെ പേര് കേട്ടോ. ഇനി അടുത്ത എന്താണ്? വാട്ട് ഈസ് ഹിസ് സൺസ് നെയിം? അവിടെ മകനുണ്ട് അല്ലെ, മകന്റെ പേരെന്താണ്? തെമ്പു എന്നാണ് മകന്റെ പേര് കേട്ടോ. തെമ്പു എന്നാണ് ഇവിടെ പറയുന്ന കുട്ടിയുടെ പേര്, തെമ്പു എന്നാണ് കേട്ടോ. ഇനി ഹൗ ഓൾഡ് ഈസ് ദ സൺ? ഇവിടെ പറയുന്ന ഈ തെമ്പു പറയുന്ന കുട്ടിക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വയസ്സ് പ്രായമുണ്ട്? 12 years old. ഏകദേശം 12 വയസ്സ് മാത്രമാണ് ഈ ചെറിയ കുട്ടിക്ക് പ്രായം. ഓക്കെ, 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് നമ്മുടെ സ്റ്റോറിയിലെ തെമ്പു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Where did Baldio spend the night? അല്ലെ, ബാൽഡിയോ രാത്രി കാലങ്ങളിൽ എവിടെയാണ് ചിലവഴിച്ചിരുന്നത്? അപ്പൊ ബാൽഡിയോ ആരാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലെ. ബാൽഡിയോ ആരാണ്? അച്ഛനാണ് അല്ലെ. സ്റ്റോറിയിലുള്ള അച്ഛന്റെ പേരാണ് ബാൽഡിയോ. അപ്പൊ ബാൽഡിയോ രാത്രി കാലങ്ങളിൽ എവിടെയാണ് കഴിച്ചു കൂട്ടിയിരുന്നത്? എവിടെയാണ്? ബാൽഡിയോ സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ അല്ലെ. രാത്രി കാലങ്ങളിൽ റെയിൽവേയിൽ ഒരു ചെറിയ ജോലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു? ബാൽഡിയോ സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം രാത്രി കാലം കഴിച്ചു കൂട്ടിയത്. എ സ്മോൾ സ്റ്റേഷൻ അല്ലെ. റെയിൽവേ സ്റ്റേഷൻ എന്നോ സ്മോൾ സ്റ്റേഷൻ എന്നോ എന്തെങ്കിലും പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ബാൽഡിയോ റെസ്പോൺസിബിൾ ഫോർ? അല്ലെ, ബാൽഡിയോയ്ക്ക് എന്തായിരുന്നു ആ ഒരു ചെറിയ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ജോലി? എന്ത് ജോലിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. വാട്ട് വാസ് ബാൽഡിയോ റെസ്പോൺസിബിൾ ഫോർ? ബാൽഡിയോയ്ക്ക് ഉത്തരവാദിത്വമാണ് ഉണ്ടായിരുന്നത് അല്ലെ. റെസ്പോൺസിബിലിറ്റി എന്താണ്? ഉത്തരവാദിത്വം അല്ലെ. അപ്പൊ ബാൽഡിയോയ്ക്ക് എന്ത് ഉത്തരവാദിത്വമാണ് അവിടെ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു? He is responsible for signaling whether the tunnel was clear അല്ലെ. അദ്ദേഹത്തിന് എന്ത് ഡ്യൂട്ടി ആയിരുന്നു? സിഗ്നൽ കൊടുക്കുക അല്ലെ. ടണലിന്റെ ഉള്ളിലേക്ക് ട്രെയിൻ ഒക്കെ പോകുന്നതിന് മുമ്പ് അത് ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് അല്ലെ, ട്രെയിനിന് സേഫ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്ന് നോക്കി അതിന് സിഗ്നൽ ആയിരുന്നു നമ്മുടെ ബാൽഡിയോയുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ,
ഓഫ് ഒബ്സ്ട്രക്ഷൻ ടു ദി സിഗ്നൽ വാസ് ബേണിംഗ്. അപ്പൊ ഒരു ലാമ്പ് കത്തിച്ചു വെക്കണം അല്ലെ, അപ്പോഴാണ് ട്രെയിനിന് വരുമ്പോ മനസ്സിലാവുക കടന്നു പോകാം. Excuse me. To see the signal lamp was burning. അത് കോമയ്ക്കുള്ളിൽ അല്ല ബ്രാക്കറ്റിനുള്ളിലാണ്. അതെന്താണ് കാര്യം? അതായത് അവിടെ ടണലിൽ തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ടു സീ ദ സിഗ്നൽ ലാമ്പ് വാസ് ബേണിംഗ്. അതായത് ട്രെയിനിന് കാണണം അല്ലെ, അവിടെ പ്രത്യേകിച്ച് തടസ്സമൊന്നും ഇല്ല എന്നുള്ള ഒരു സിഗ്നലിലാണ് അവിടെ ലാമ്പ് കത്തിക്കുക. നമ്മൾ ഇന്നത്തെ പോലെ സിഗ്നൽ ഒന്നും ഇല്ല, പണ്ടൊക്കെ ഇങ്ങനെ കത്തിച്ചു വെക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കാണണം. അപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് ട്രെയിൻ അവിടെ വരുമ്പോൾ അവർക്ക് ക്ലിയർ ആവുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എന്താണ് ദ ടണൽ വാസ് ക്ലിയർ ഓഫ് ഒബ്സ്ട്രക്ഷൻ, തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ടണൽ എന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? Yes. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Where did Baldio's family live? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബാൽഡിയോയുടെ ഫാമിലി അല്ലെ, നമ്മള് ചെറിയൊരു ഫാമിലി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ബാൽഡിയോയുടെ ഫാമിലി എവിടെയാണ് ജീവിക്കുന്നത്? They live in the tribal village. അവര് ട്രൈബൽസ് ആണ് അല്ലെ, അതായത് കാട്ടില് നമ്മള് എന്താണ് ആദിവാസികൾ എന്നൊക്കെ പറയും അല്ലെ, ട്രൈബൽസ്. അപ്പൊ അവര് കാടിനോടൊക്കെ ചേർന്നിരുന്ന ഒരു പ്രദേശത്തൊക്കെയാണ് അവര് ജീവിക്കുന്നത്. ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് എ ജംഗിൾ ഫോറസ്റ്റ്. ഔട്ട്സ്കേർട്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിർത്തി പ്രദേശം അല്ലെ, ഏകദേശം കാടിനോട് ചേർന്ന സമീപ പ്രദേശം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതുപോലെ ഏകദേശം കാടിനോടൊക്കെ ചേർന്ന ഒരു അതിർത്തി പ്രദേശത്താണ് നമ്മുടെ ബാൽഡിയോയും ഫാമിലിയൊക്കെ ജീവിച്ചിരിക്കുന്നത്. അബൌട്ട് 3 miles ഫ്രം ദ സ്റ്റേഷൻ. അപ്പൊ ഈ ഒരു യാത്ര അല്ലെ, നമ്മുടെ ഈ മെട്രോ അല്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ഇദ്ദേഹം ജോലി ചെയ്യുന്ന ആ സ്റ്റേഷനിൽ നിന്ന് ഒരു 3 miles അവയാണ് ഇവരുടെ ഈ കുടിലൊക്കെ ഉള്ളത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? Why did Baldio have to take up the job of Galassi? അപ്പൊ ഈ ബാൽഡിയോ ചെയ്യുന്ന ഈ ഒരു സിഗ്നൽ കൊടുക്കുക എന്നുള്ള പറയുന്ന ജോലിക്ക് പറയുന്നത് കലാസി എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന ആളെന്ന് പറയുന്നു, പക്ഷെ അതിന് അവർ പറയുന്ന പേര് കലാസി അല്ലെ. എന്താണ്? Baldio's family rely on the production of a small rice field for subsistence, but the land's poultry field provides them a little more than a bare living. So he considered himself to take up the job of കലാസി. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റോറി വന്നപ്പോ കണ്ടു അല്ലെ, ഇവര് കർഷകരായിരുന്നു അല്ലെ, ചെറിയൊരു പാഡി ഫീൽഡ് പോലെ അല്ലെ, ഒരു ചെറിയൊരു എന്താണ് നെല്ലും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കർഷകരെ പോലെ ചെറിയ സാധനങ്ങളൊക്കെ വിളകളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇവരുടെ ഈ ഒരു ചെറിയ വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നതായി തീരുന്നില്ല. അതുകൊണ്ട് ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഈ റെയിൽവേയിൽ ജോലിക്ക് ചേരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആ ജോലിക്ക് എന്ത് പറയുന്നത്? കലാസി എന്നാണ് ആ ജോലിക്ക് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പേര് കാണുമ്പോൾ അറിയില്ലെന്നൊന്നും വിചാരിക്കേണ്ട. അദ്ദേഹം ആ റെയിൽവേയിൽ ചെയ്യുന്ന ആ ഒരു സിഗ്നൽ കാണിക്കുന്ന ജോലിക്കാണ് എന്ത് കലാസി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? Baldio's family rely on the production of a small rice അല്ലെ, അവരെ ചെറിയ നെല്ലും അതുപോലെയുള്ള ചെറിയൊരു വരുമാനത്തിനുള്ള ജോലികൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. But the chance poultry field provide them a little more than bare living. പക്ഷെ അവർക്ക് ആവശ്യമായ വരുമാനം ആ ഒരു ചെറിയ ഫീൽഡിൽ നിന്ന് കിട്ടുന്നില്ലായിരുന്നു. So he considered himself to take up a job of കലാസി. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ജോലിയും കൂടി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നത്. ഓക്കെ, അപ്പൊ കലാസി എന്ന് കാണുമ്പോൾ അറിയില്ല എന്ന് വിചാരിക്കേണ്ട, ആ ഒരു റെയിൽവേയിൽ ചെയ്യുന്ന ആ ഒരു ജോലിക്കാണ് കലാസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു വാസ് തെമ്പു? നമ്മള് ബോയുടെ പേര് നമ്മൾ തെമ്പു എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഹു വാസ് തെമ്പു, തെമ്പു ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് തെമ്പു? തെമ്പു വാസ് എ യങ് ബോയ് ഓഫ് 12 years അല്ലെ, അവന്റെ പ്രായം കൂടി നമ്മൾ പറയണം അല്ലെ. തെമ്പു ഒരു ചെറിയ ആൺകുട്ടിയാണ്, ഏകദേശം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ കുഡ് ഹി നോട്ട് സ്ലീപ് വിത്ത് ഹിസ് ഫാദർ അല്ലെ, എന്തുകൊണ്ടാണ് തെമ്പു അവന്റെ അച്ഛന്റെ കൂടെ ഉറങ്ങാത്തത്? എന്തുകൊണ്ടാണ്? ഹി കുഡ് നോട്ട് സ്ലീപ് വിത്ത് ഹിസ് ഫാദർ ഓൾവേസ്, അവൻ എപ്പോഴും അവന്റെ അച്ഛന്റെ കൂടെ ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിസ് ഫാദർ വാസ് എ കലാസി ഈസ് അറ്റ് ദ നിയർ ബൈ സിഗ്നൽ സ്റ്റോപ്പ്. അവന്റെ അച്ഛൻ ഒരു കലാസി ആയിട്ട് അവിടെ അടുത്തുള്ള ഒരു സിഗ്നൽ സ്റ്റോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. സോ ഹി ഹാഡ് ടു ഗോ ദെയർ എവറി നൈറ്റ്. അദ്ദേഹം എല്ലാ ദിവസവും രാത്രിയിൽ ഈ ജോലിക്ക് പോകുമായിരുന്നു.
അതുകൊണ്ടാണ് എന്ത് ടെമ്പുവിന് അവന്റെ അച്ഛന്റെ കൂടെ ഉറങ്ങാൻ പറ്റാതെ ഇരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വെയർ ദെയർ ഇൻ ഹിസ് ഫാമിലി? അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ചെറിയൊരു കുടുംബമാണല്ലോ, അപ്പൊ ആരൊക്കെയാണ് ഈ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അല്ലെ? ആരൊക്കെയാണ്? ഹി ഹാഡ് ഹിസ് ഫാദർ. ടെമ്പുവിന് ആരൊക്കെയുണ്ട്? അവന്റെ അച്ഛനുണ്ട്. അച്ഛന്റെ പേര് നമ്മളോട് സ്റ്റോറിയിൽ പറയുന്നുണ്ട് അല്ലെ, ബാൽഡിയോ എന്നാണ് അച്ഛന്റെ പേര്. പിന്നെ ആരൊക്കെയാണുണ്ട്? മദർ ഉണ്ട് ആൻഡ് എ സ്മോൾ സിസ്റ്റർ അല്ലെ, അമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും പേര് നമ്മളോട് സ്റ്റോറിയിൽ പറയുന്നില്ല അല്ലെ, മദർ ആൻഡ് സിസ്റ്റർ എന്ന് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു വാസ് ബാൽഡിയോ, വൈ വാസ് ഹി ഹാപ്പി? അല്ലെ, ഇവിടെ ബാൽഡിയ ആരാണ്? അദ്ദേഹം ഹാപ്പി അല്ലേ? എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹം സന്തോഷവാനായിട്ട് ഇരുന്നത്? എന്തുകൊണ്ടായിരുന്നു? ബാൽഡിയോ വാസ് ടെമ്പൂസ് ഫാദർ. ബാൽഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കഥയിലുള്ള ടെമ്പു എന്ന് പറയുന്ന ആൺകുട്ടിയുടെ അച്ഛനാണ് ബാൽഡിയോ. ഹി വാസ് ഹാപ്പി ബിക്കോസ് he did the job of Kalasi at the nearby signal stop. അദ്ദേഹം ഹാപ്പി ആയിരുന്നു അല്ലെ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഇവിടെ അടുത്തുള്ള സിഗ്നൽ സ്റ്റോപ്പില് കലാസി എന്ന് പറയുന്ന ആ ഒരു ജോലിയും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഒരു അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം ഉള്ളത് കൊണ്ടും അദ്ദേഹം ആ ജോലിയിൽ സന്തോഷവാനായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഡിഡ് ദ ഫാമിലി അലൈവ്? നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ, ഫാമിലി, ഇവരുടെ ഫാമിലി എവിടെയാണ് താമസിക്കുന്നത്? ഇവരുടെ വീടൊക്കെ എവിടെയാണ് ഉള്ളതാണ് അതിന്റെ ഒരർത്ഥം കേട്ടോ. എവിടെയാണ്? The family lived in the tribal village on the outskirts of forest അല്ലെ, ഫോറസ്റ്റിന്റെ ഒരു അതിർത്തി പ്രദേശത്താണ് ഇവരുടെ ഈ ഒരു ചെറിയ കുടിലും അവരുടെ ആ ഒരു എന്താണ് കൃഷി ചെയ്യുന്ന ആ ഒരു ഏരിയയൊക്കെ വരുന്നത്. അബൌട്ട് 3 miles away from station. അപ്പൊ അച്ഛൻ ജോലിക്ക് പോകുന്ന ആ ഒരു സിഗ്നൽ സ്റ്റോപ്പിൽ നിന്ന് 3 miles away ആണ്, ദൂരം മാത്രമാണ് ഇവരുടെ വീട്ടിലേക്ക് ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മള് രണ്ടാമത്തെ സെക്ഷൻ പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ആ സ്റ്റോറിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ കഥയിലെ ക്യാരക്ടേഴ്സിനൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻസ്? നെയിം ദ ആനിമൽസ് വിച്ച് വെയർ ടു ബി ഫൗണ്ട് ഇൻ ദ ഫോറസ്റ്റ് അല്ലെ. ഇവിടെ ഏതൊക്കെ ആനിമൽസ് ആണ് അല്ലെ, സാധാരണയായിട്ട് കാട്ടിൽ നിന്ന് ഏതൊക്കെ ആനിമൽസ് ഒക്കെയാണ് വരാറ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ആനിമൽസ് ഒക്കെയാണ് വരാറ്? ടൈഗർ, പാന്തർ, ബിയർ അല്ലെ. ടൈഗറും അതുപോലെ ബിയർ നമുക്കറിയാലോ, കാട്ടിൽ നിന്ന് മനുഷ്യരെ ആക്രമിക്കാനായിട്ട് ഏതൊക്കെ മൃഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആനിമൽസ് ഒക്കെയാണ് അവിടെ സാധാരണയായിട്ട് കണ്ടുവരാറ് ഫോറസ്റ്റിന്റെ ഏരിയയിൽ. അടുത്ത എന്താണ്? വാസ് ബാൽഡിയോ അഫ്രൈഡ്? വിച്ച് സെന്റൻസ് ഇൻ ദ പാസേജ് ഗിവ് യു ദ ആൻസർ? ഇനി ബാൽഡിയോ രാത്രി കാലങ്ങളിൽ ഈ മൃഗങ്ങൾ അല്ലെ, വൈൽഡ് ആനിമൽസ് ഒക്കെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരും അല്ലെ. അപ്പൊ ആ ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹം ഒരു സംതൃപ്തനായിരുന്നു അല്ലെ, അദ്ദേഹത്തിന് പേടി ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മുടെ ആൻസർ എന്താണ്? നോ അല്ലെ, ബാൽഡിയോയ്ക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. നോ, ബാൽഡിയോ വാസ് നോട്ട് അഫ്രൈഡ് എന്ന് നമുക്ക് പറയാം അല്ലെ. ബാൽഡിയോയ്ക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള, വളരെ ധൈര്യശാലി ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ബാൽഡിയോ വാക്ക്ഡ് കോൺഫിഡന്റ്ലി. ബാൽഡിയോ വളരെ കോൺഫിഡന്റോട് കൂടിയാണ് ആ ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഫോർ ബീയിങ് എ ട്രൈബൽ ഹിംസെൽഫ് ഹി വാസ് യൂസ്ഡ് ടു ദ ജംഗിൾ ആൻഡ് ഇറ്റ്സ് തിങ്സ് ആൻഡ് വേസ്. അപ്പൊ ഒരു ട്രൈബൽ അല്ലെ, ഒരു ആദിവാസി, അതായത് അവർക്ക് കാടൊക്കെ നല്ല പരിചയമായിരിക്കും അല്ലെ. അപ്പൊ കാട്ടിലെ എന്താണ് വഴികളും ഇതിലൂടെയൊക്കെ പോവുക, മൃഗങ്ങളെയൊക്കെ അവർക്ക് കുറച്ചും കൂടെ അടുത്തറിയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ട്രൈബൽ എന്നൊരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഹി വാസ് യൂസ്ഡ് ടു ദ ജംഗിൾ. അദ്ദേഹം കാടിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു? ആൻഡ് ഇറ്റ്സ് തിങ്സ് ആൻഡ് വേസ് അല്ലെ, അതിലെ ആളുകളെയും അതുപോലെ കാട്ടിലെ മൃഗങ്ങളെയും അതിന്റെ എല്ലാ രീതികളെയും ഒക്കെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അടുത്ത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബാൽഡിയോ വാസ് നോട്ട് അഫ്രൈഡ്. ബാൽഡിയോ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? പേടിച്ച് മാറി നിന്നിട്ടില്ല എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വാട്ട് വെപ്പൺ ഡിഡ് ഹി ക്യാരി ആൻഡ് ഹൂ ഗേവ് ഇറ്റ് ടു ഹിം അല്ലെ. അപ്പോ ഈ ബാൽഡിയോയുടെ വെപ്പൺ അല്ലെ, അദ്ദേഹത്തിന് അത് എവിടുന്ന് കിട്ടിയതാണ്? ആരാണ് അദ്ദേഹത്തിന് കൊടുത്തത് അല്ലെ? ആരാണ്? എ സ്മോൾ ആക്സ്, ഒരു ചെറിയൊരു കോടാലി ആയിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. എന്താണ്? വിച്ച് ഹിസ് ഫാദർ ഗേവ് ഹിം, അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് കൊടുത്തതായിരുന്നു ആ ഒരു കോടാലി. ഓക്കെ, ഇനി അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ഡിഡ് ടെമ്പു നോ ദാറ്റ് ദ ട്രെയിൻ വാസ് കമ്മിങ് അല്ലെ. അപ്പോ ഈ ട്രെയിൻ ഒക്കെ ദൂരെ നിന്ന് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ട്രെയിൻ വരുന്ന ആ ഒരു കാര്യം ഈ ടെമ്പു എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെയാണ്? ബൈ ദ ട്രംബ്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് അല്ലെ. ട്രെയിൻ ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അല്ലെ, ട്രെയിനിന്റെ അടുത്തൊക്കെ നമ്മൾ അവിടെ ആ ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം, ട്രെയിൻ പോകുമ്പോൾ നല്ല
ഗ്രൗണ്ട് ഒക്കെ നല്ല ഭയങ്കര വിറയ്ക്കണ ഒരു സൗണ്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ തെമ്പൂന്ന് എങ്ങനെയാണ് അറിയുന്നത്? ട്രെയിൻ വരുന്നുണ്ടെന്ന് അറിയുന്നത് ബൈ ദ ട്രംബ്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് അല്ലെ. നമ്മുടെ ഭൂമിയൊക്കെ നന്നായിട്ട് ഒരു വിറയ്ക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ആ ഒരു സൗണ്ട് കാരണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോഴാണ് അറിയാം ദൂരെന്ന് തന്നെ ട്രെയിൻ വരുന്നുണ്ട് എന്നൊരു അറിയിപ്പ് ഈ തെമ്പുവൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? വാട്ട് ഈസ് ഹി വെയിറ്റിംഗ് ഫോർ? അദ്ദേഹം എന്തിനു വേണ്ടി, അവൻ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? He was waiting for the train to pass and his father's returning footsteps his father to return. അപ്പൊ ഈ ട്രെയിൻ ഒക്കെ പോയി കഴിയുമ്പോഴാണ് എന്ത്, അവന്റെ അച്ഛൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് വരിക അല്ലെ, രാത്രിയിലെ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പൊ ഈ ട്രെയിൻ പോകുന്നത് വരെ എന്താണ്, തെമ്പു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ. ആ ഒരു ട്രെയിനിന്റെ ആ ട്രംബ്ലിംഗ് സൗണ്ട്, ആ ഒരു വിറയ്ക്കുന്ന സൗണ്ട് കഴിയുമ്പോഴാണ് ഇവനൊരു ആശ്വാസമാണ്. എന്തിനാണ്? അപ്പോഴവൻ ഹാപ്പിയാണ് അല്ലെ. എന്തിനാണ്? He was waiting for the train to pass. അവൻ ആ ട്രെയിൻ കടന്നു പോകുന്നത് വരെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്തിനാണ്? ആൻഡ് ഹിസ് ഫാദേഴ്സ് റിട്ടേണിംഗ് ഫുഡ് സ്റ്റെപ്സ്. അവന്റെ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു കാലച്ച കേൾക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. ഹിസ് ഫാദർ ടു റിട്ടേൺ. എപ്പോഴാണ് അച്ഛൻ വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് വളരെ സ്നേഹത്തോടുകൂടി, ചെറിയ കുട്ടിയല്ലേ അപ്പൊ വളരെ സ്നേഹത്തോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ബാൽഡിയോ ഫെൽറ്റ് പ്രൈഡ് ഓഫ് ഹിംസെൽഫ് അല്ലെ. ബാൽഡിയോക്ക് എപ്പോഴാണ് അദ്ദേഹത്തിൽ തന്നെ വളരെ അഭിമാനം തോന്നിയത് അല്ലെ. ഞാൻ നല്ലവനാണ്, എന്നെ ഞാൻ കൊള്ളാലോ, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ അദ്ദേഹം പ്രൈഡ് ആയിട്ട് ചിന്തിച്ചത് ഏത് സിറ്റുവേഷനിലാണ്? ഏത് സിറ്റുവേഷനിലാണ്? ബാൽഡിയോ ഫെൽറ്റ് പ്രൈഡ് ഓഫ് ഹാവിംഗ് ദ സ്കിൽസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ വൈൽഡ് ആനിമൽസ്. അപ്പൊ അദ്ദേഹത്തിന് ഈ വൈൽഡ് ആനിമൽസിൽ എതിരെ അല്ലെ, നമ്മുടെ കടുവയും സിംഹവും പുലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ ആക്രമിച്ച് അവരെ അറ്റാക്ക് ചെയ്ത് ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നൊരു വിശ്വാസം അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ബെയർ വന്നിട്ട് അദ്ദേഹം അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കഴിവില് വിശ്വാസം കൂടി അല്ലെ. എന്നെ കൊള്ളാലോ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും, വൈൽഡ് ആനിമൽസ് ഒക്കെ വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും, അങ്ങനെ ഒരു പ്രൈഡ്, ഒരു അഭിമാനം അദ്ദേഹത്തിന് അപ്പോഴാണ് തോന്നിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ദേ ഫീസ്റ്റ് ഫോർ 3 days അല്ലെ. അവര് എങ്ങനെയാണ് 3 ദിവസം ആഘോഷിച്ചത്? എങ്ങനെയാണ് 3 ദിവസം ആഘോഷിച്ചത്? വൺസ് ബാൽഡിയോ ഹാഡ് കിൽഡ് എ ബോർ വിത്ത് ഹിസ് ആക്സ് ഓൺ വിച്ച് ദ ഫാമിലി ഫീസ്റ്റഡ് ഫോർ 3 days അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഞാൻ കൊള്ളാലോ, എനിക്ക് വൈൽഡ് ആനിമൽസിനെ ഒക്കെ ചേർത്ത് തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു അഭിമാനമൊക്കെ തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലെ. ഒരു കരടി അല്ലെ, അതിനെ ഒന്ന് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ആഘോഷമായിരുന്നു അല്ലെ. 2-3 ദിവസം അവര് ആഘോഷിച്ചു അല്ലെ. കാരണം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു, അദ്ദേഹം ഒരു ധീരനാണെന്ന് തെളിയിച്ചു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസത്തേക്ക് അവർക്ക് ഭയങ്കര ആഘോഷമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ബാൽഡിയോ നോട്ട് വാണ്ട് ടു പാർട്ട് വിത്ത് ദ ആക്സ് അല്ലെ. ബാൽഡിയോ ആ ഒരു ആക്സ് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും വെക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ്? Baldio did not want to part with the axe because this weapon was given by his father. അത് ഒരിക്കലും മാറ്റിവെക്കാനോ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമാണ് ആ ഒരു ആക്സ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത്. അതുകൊണ്ട് അത് ഒരിക്കലും അദ്ദേഹം ഒന്ന് മാറ്റിവെച്ച് അതില്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിന്റെ അച്ഛൻ സമ്മാനിച്ച ഒരു കോടാലിയാണ്. എങ്ങനെയാണ്? ആൻഡ് ഹി ന്യൂ ഹൗ ടു ഹാൻഡിൽ ആനിമൽസ് വിത്ത് ഇറ്റ്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സാധനം കയ്യിലുള്ളപ്പോൾ വളരെ ആത്മവിശ്വാസമാണ് അല്ലെ. അപ്പൊ ആനിമൽസിനെയൊക്കെ നേരിടാനും എന്തെങ്കിലും ശത്രുക്കളൊക്കെ വന്നാലും ആ ഒരു കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കോൺഫിഡൻസോട് കൂടി ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് അത് കയ്യിൽ നിന്ന് കൈമാറ്റം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. whenever he went out he took it with him. അപ്പൊ എപ്പോഴൊക്കെ പുറത്തു പോകുന്നു ആ സമയങ്ങളിലൊക്കെ ആ ഒരു ആക്സ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു ധൈര്യത്തെ സൂചിപ്പിക്കുന്നതിനാണ് അദ്ദേഹം എപ്പോഴും അത് കൊണ്ടു നടക്കുന്നത്. അതുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഒരു ശക്തി, ഒരു കോൺഫിഡൻസും ഒക്കെ ഉള്ളൊരു ഫീലിങ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അത് കയ്യിൽ നിന്നും മാറ്റി വെച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് എത്തി. 3ാമത്തെ പാസേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നോക്കിക്കേ, 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് മെയ്ഡ് ബാൽഡിയോസ് ജോബ് ആസ് എ സിഗ്നൽ മാൻ ഡേഞ്ചറസ്? അപ്പൊ നമ്മള് ഈ സിഗ്നൽ കാണിക്കുന്ന ജോലി അത്രയ്ക്ക് എളുപ്പമുള്ളതാണോ? അല്ല. നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെ നേരത്തെ പറഞ്ഞപ്പം എന്തായിരുന്നു, സിഗ്നൽ അല്ലെ, ആ ഒരു ലാമ്പൊക്കെ അവിടെ ബേൺ ചെയ്ത് അവിടെ കത്തിച്ചു വെക്കുമ്പോഴാണ് ട്രെയിന് മനസ്സിലാവുക ടണലില് തടസ്സങ്ങളൊന്നും ഇല്ല,
പാസ് ചെയ്യാമെന്നൊരു സിഗ്നൽ കിട്ടുക അല്ലെ. അപ്പൊ അതവിടെ നോക്കി ക്ലിയർ ആക്കി അത് കത്തിച്ച് അത് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അത് കത്തിച്ച് ആ ട്രെയിൻ കടന്നു പോകുന്നവരെയൊക്കെ നോക്കണം അല്ലെ. അപ്പൊ ഈ രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇന്നത്തെ പോലെ തന്നെ ലൈറ്റ് കത്തി സിഗ്നൽ കൊടുക്കുകയൊന്നും സംവിധാനങ്ങളൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാർ ചെന്നിരുന്ന് അവരുടെ ഉറക്കം കളഞ്ഞ് അവരതിനു വേണ്ടി മെനക്കെട്ടൊക്കെയാണ് പണ്ടൊക്കെ സിഗ്നൽ സിസ്റ്റം ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ബാൽഡിയോടെ ഈ ജോലി എന്തായിരുന്നു, ഭയങ്കര അപകടം പിടിച്ചൊരു ജോലിയാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഡേഞ്ചർ ആണെന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ്? he had to face tiger and other deadly animals anytime. എന്തുകൊണ്ടാണ്? ഏത് സമയത്തും അല്ലെ, ഒന്നാമത് രാത്രിയാണ്, പൂരാപ്പൂരി ഇരുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനിടയിൽ ഏത് വൈൽഡ് ആനിമൽസ് വന്നാലും, ടൈഗറോ അല്ലെ പുലിയോ എന്ത് വന്നാലും, ആന വന്നാലോ എന്ത് വന്നാലും നമ്മൾ അതിനെ നേരിടാൻ റെഡി ആയിരിക്കണം അല്ലെ. അപ്പൊ എന്ത് ആനിമൽസിന്റെ അറ്റാക്കും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ജോലിക്ക് ഇരിക്കാനായിട്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ജോലി വളരെ അപകടം പിടിച്ച ഒന്നായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ബാൽഡിയോ മോർ വറീഡ് അബൌട്ട്, ഹിസ് ഓൺ സേഫ്റ്റി ഓർ ഹിസ് സൺസ്? അപ്പൊ ബാൽഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തിനെ കുറിച്ചാണ് അല്ലെ? അദ്ദേഹം രാത്രി ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണോ അതോ അദ്ദേഹത്തിന്റെ മകന്റെ കാര്യം ഓർത്തിട്ടാണോ പേടിയുണ്ടായത്? എന്തിനാണ്? he was worried about his son അല്ല, അദ്ദേഹം എന്തിനാണ് he was worried about his son Tembu's safety. അപ്പൊ അദ്ദേഹത്തിന്റെ മകന്റെ സുരക്ഷിതത്വം ഓർത്തിട്ടാണ് അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് രാത്രി പോകുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒന്നും യാതൊരുവിധ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. മകനെ ഓർത്തിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ടും ടെൻഷൻ അടിച്ചിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു പാരഗ്രാഫിന് ആ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ, 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു പാരഗ്രാഫിലേക്ക് വരികയാണെ. അടുത്ത പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്ത് നോക്കണം നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. why did Baldio decide to fight the tiger? ഇവിടെ ബാൽഡിയോ ഈ ടൈഗർ അല്ലെ, ടൈഗറൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് തീരുമാനിക്കുക? എന്തുകൊണ്ടാണ്? ബാൽഡിയോ ഹാഡ് ആൻ ആക്സ് ടു കിൽ ദ ടൈഗർ. ബാൽഡിയോയുടെ ധൈര്യമായിട്ടുള്ള, അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആ ഒരു ആക്സ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് കൊണ്ട് അദ്ദേഹം ഏത് ആനിമൽ വന്നാലും അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കും. he didn't think that the tiger is dangerous. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നില്ല ഈ വൈൽഡ് ആനിമൽസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ്, ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, പേടിച്ചോടും, അങ്ങനെ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോ ഇദ്ദേഹത്തിനെ ടൈഗർ ഒരു ദിവസം ആക്രമിക്കാൻ വന്നു അല്ലെ, അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പൊ ടൈഗർ വന്നപ്പോഴും അദ്ദേഹത്തിന് എന്ത് തന്നെയായിരുന്നു, ടൈഗറിനെ എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു ആക്സ് കൊണ്ട് തോൽപ്പിക്കും, അതിനെ കൊന്നു കളഞ്ഞ് അദ്ദേഹം പണ്ട് ജയിച്ചതുപോലെ വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹൗ ഡിഡ് ബാൽഡിയോ ഡൈ? പക്ഷെ അദ്ദേഹം നിർഭാഗ്യവശാൽ എന്താണ്, ഈ ടൈഗറുമായിട്ടുള്ള അറ്റാക്കിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ബാൽഡിയോ ഡൈ? ബാൽഡിയോ എങ്ങനെയാണ് മരിക്കുന്നത്? എങ്ങനെയാണ് മരിച്ചത് അദ്ദേഹം? ദ ആക്സ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ടൈഗേഴ്സ് ഷോൾഡർ. അപ്പൊ ടൈഗർ ഞാൻ പറഞ്ഞല്ലോ നല്ല ബലമുള്ള അനിമൽ ആണ് അല്ലെ, നമ്മളൊക്കെ നല്ല ഇതായിട്ട് ആക്രമിക്കും അത്. അപ്പൊ ഈ ആക്സ് കൊണ്ട് നമ്മുടെ ബാൽഡിയോ ടൈഗറിനെ അറ്റാക്ക് ചെയ്തപ്പം ആ ഒരു ആക്സ് എന്നിട്ട് എന്ത് പറ്റി, അതിന് ഷോൾഡറിലുള്ള ബോൺസിൽ അല്ലെ, എല്ലില് അവിടെ ഉടക്കി അവിടെ നിന്നു, അവിടെ സ്റ്റക്ക് ആയിപ്പോയി അല്ലെ. സോ ഹി കുഡ് നോട്ട് ഫൈറ്റ് ഇറ്റ്. അപ്പൊ അദ്ദേഹത്തിന് അത് തിരിച്ചെടുക്കാനുള്ള സമയമൊക്കെ കിട്ടുമോ? ഇല്ല. അതിനു മുമ്പ് എന്താണ്, ടൈഗർ അദ്ദേഹത്തിന് തിരിച്ച് ആക്രമിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ടൈഗറുമായിട്ടുള്ള അറ്റാക്കിൽ കൊല്ലപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദ ടൈഗർ എൻ്റർ ദ ടണൽ? അല്ലെ, ടൈഗർ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ദ ടൈഗർ വാസ് ട്രാപ്ഡ് വിത്ത് ദ ട്രെയിൻ കേജ്. ഫൈറ്റ് അലോങ് ദ കട്ടിംഗ് വാസ് ഇംപോസിബിൾ അല്ലെ. അപ്പൊ ടൈഗർ എങ്ങനെയാണ് അതിനുള്ളിൽ കുടുങ്ങിയത്? ദ ടൈഗർ വാസ് ട്രാപ്ഡ് വെൻ ദ ട്രെയിൻ കേജ് അല്ലെ, ട്രെയിൻ വരുന്ന കണ്ടപ്പോൾ ടൈഗർ പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറിയതാണ്. ഫ്ലൈറ്റ് കട്ടിംഗ് വാസ് ഇംപോസിബിൾ അല്ലെ. അപ്പൊ അത് എന്താണ്, ട്രെയിൻ വരുന്ന കണ്ട് പെട്ടെന്ന് കയറി, പക്ഷെ അത് മുറിച്ചു കടന്ന് അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ടൈഗറിന് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ടൈഗർ അതിനുള്ളിൽ പെട്ടുപോയി. അപ്പൊ നമ്മുടെ ബാൽഡിയോ വന്ന് അറ്റാക്ക് ചെയ്തു. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള അറ്റാക്കില് ടൈഗറും കൊല്ലപ്പെടുന്നു, നമ്മുടെ ആരാണ്, ബാൽഡിയോയും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദ ടൈഗർ? ടൈഗറിന് എന്ത് പറ്റി? ടൈഗർ ഗോട്ട് കോട്ട് ഇൻ ദ കൗ ക്യാച്ചർ ഓഫ് ദ എൻജിൻ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടൈഗർ അവിടെ എൻജിനിൽ കുടുങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മള് സമ്മറി വായിച്ചപ്പോ അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇവര് ടൈഗറിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈഗർ ഗോട്ട് ഇൻ ദ എൻജിൻ അല്ലെ. അപ്പൊ എൻജിനിൽ കുടുങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ച് പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ദ കട്ടിംഗ്? there was no sound, the boy sat beside the body of his father. Okay, ഇവിടെ കട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്
മാം അവിടെ കൗക്കാച്ചർ എന്ന് പറയുന്നില്ലേ? ഓക്കെ, കൗക്കാച്ചറിനെ ഞാൻ കണ്ടു. അപ്പോ അതാണ് ഞാൻ നോക്കിയത്. നമ്മള് അത് കൗക്കാച്ചർ എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ മുമ്പിലുള്ളതാ ഒരു സാധനം. ഓ ട്രെയിനിന്റെ മുമ്പിലുള്ള ഒരു സാധനം, അതിങ്ങനെ കോരിയെടുത്തെറിയും. ഓക്കെ. അപ്പൊ ടൈഗർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി എന്നാണ് പറയുന്നത്. അതെ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ദ കട്ടിംഗ്? അപ്പൊ അതിന് എന്താണ് പറ്റിയത്? there was no sound, അല്ലെ? the boy sat beside the body of his father. അപ്പൊ കുട്ടി വന്നിട്ട് അച്ഛന്റെ ബോഡി അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പൊ ഇവർ ഈ ടൈഗറും ഈ ബാൽഡിയും തമ്മിലുള്ള അറ്റാക്കില് സംഭവിച്ചതാണ്. അപ്പൊ അച്ഛന്റെ ബോഡിയുടെ അടുത്ത് വന്നിരുന്ന കുട്ടി കരയുക മാത്രമാണ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ബാൽഡിയോസ് ഫേസ് ദ ടൈഗർ അറ്റാക്ക്? ബാൽഡിയോടെ ഫേസിൽ ടൈഗർ അറ്റാക്ക് ചെയ്തു. എങ്ങനെയാണ്? ബാൽഡിയോ അറ്റാക്ക് ഇറ്റ് വിത്ത് ഹിസ് ആക്സ്, അല്ലെ? ടൈഗറിനെ ബാൽഡിയോ ആ ഒരു ആക്സ് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്, അല്ലെ? ടൈഗറിന്റെ ഫേസിലൊക്കെ കോടാലി വെച്ചിട്ടുള്ള ഒരു മുറിവൊക്കെ കൊണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ദ ടൈഗർ അറ്റാക്ക് ബാൽഡിയോ? ഇനി ബാൽഡിയോനെ തിരിച്ച് ടൈഗർ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തത്? ബാൽഡിയോസ് ആക്സ് റിമൈൻഡ് സ്റ്റക്ക് ഇൻ ദ ടൈഗേഴ്സ് ഷോൾഡർ ബോൺ, അല്ലെ? ടൈഗറിന്റെ ആ ഒരു ഷോൾഡറിന്റെ ബോണിൽ അദ്ദേഹം ആഞ്ഞു വെട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അത് സ്റ്റക്കായി പോയി എന്നാണ് പറയുന്നത് കേട്ടോ. ബാൽഡിയോ വാസ് ദെൻ വെപ്പൺലെസ്. അതിനുശേഷം എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു ആയുധം ഇല്ലാതാവുന്നു, അല്ലെ? തിരിച്ചത് വലിച്ചെടുക്കാനൊന്നും സമയമൊന്നും അദ്ദേഹത്തിന് കിട്ടിക്കാണില്ല. ദ ടൈഗർ റോർ ആൻഡ് സ്പ്രാങ് ഓവർ ബാൽഡിയോ. അപ്പോ കടുവയ്ക്ക് നല്ല വേദനയും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അത് തിരിച്ചെന്താണ്? വളരെയധികം ശക്തിയായിട്ട് അലറി, അല്ലെ? എന്താണ്? അലറി വിളിച്ചുകൊണ്ട് നമ്മുടെ ബാൽഡിയോടെ മുകളിലേക്ക് വന്ന് അദ്ദേഹത്തിന് ശരിയാക്കിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റാതിരുന്നത് ആക്സ് അവിടെ കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. അപ്പൊ ബാൽഡിയോ ടൈഗറിനെ അറ്റാക്ക് ചെയ്തു. അതിന്റെ ഫേസിലൊക്കെ മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാൽഡിയോനെ അറ്റാക്ക് ചെയ്തത് ബാൽഡിയോ അറ്റാക്ക് ചെയ്തപ്പോൾ ആ ആക്സ് അവിടെ സ്റ്റക്കായി പോയത് കൊണ്ട് അദ്ദേഹം വെപ്പണൊന്നും ഇല്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് കടുവ അദ്ദേഹത്തിനെ തിരിച്ച് ആക്രമിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Why did Tembu sit by father's body? ടെമ്പു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബോഡിയുടെ അടുത്ത് പോയി ഇരുന്നത്? എന്തിനാണ്? ടെമ്പു sat by his father's body to guard the body from jackals and hyenas. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ബോഡിയുടെ അടുത്ത് പോയി ഇരുന്ന് കരയാണ് കുട്ടിയല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡി, അല്ലെ? ശവമൊക്കെ കൊത്തിപ്പറിക്കുന്ന കഴുകന്മാർ, അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വലിയ പക്ഷികളൊക്കെ വന്നതൊന്നും കൊത്തിപ്പറിക്കാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ബോഡിയുടെ അടുത്ത് പോയി ആ ഒരു ചെറിയ കുട്ടി ഇരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ടു ഇൻസിഡന്റ് ടു ദോ ദ ക്വാളിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ബാൽഡിയോ ആൻഡ് ടെമ്പു. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റോറിയില് ഈ രണ്ട് ആളുകളെ കുറിച്ചാണ് നമ്മളോട് മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതായത് ഒന്ന് അച്ഛന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മകന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാൽഡിയോടെയും ടെമ്പുവിന്റെയും ക്വാളിറ്റീസ്, അല്ലെ? അവർ നല്ല ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് കാണിക്കുന്ന രണ്ട് ഇൻസിഡന്റുകൾ, രണ്ട് സിറ്റുവേഷൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ്? ആദ്യമായിട്ട് ബാൽഡിയോടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? അച്ഛന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ കാര്യം എന്താണ്? took up his job in spite of the dangerous, അല്ലെ? എല്ലാവരും മടിച്ചു നിൽക്കുന്ന ഒരു ജോലിയാണ്, അല്ലെ? അത്രയും ധൈര്യമൊക്കെ ഉള്ള ആളുകൾക്ക് അത് പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഉത്തരവാദിത്വം ഒക്കെ കാണിക്കാനായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? took up his job in spite of the dangers, അല്ലെ? അത്രയും അപകടങ്ങളൊക്കെ ഉള്ളൊരു ആ ഒരു മേഖലയിൽ നിന്നാണെങ്കിലും അദ്ദേഹം ആ ജോലി ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് റെഡിയായി. അടുത്ത എന്താണ്? try to kill the tiger, അല്ലെ? ടൈഗർ ആക്രമിക്കാൻ വന്നപ്പോൾ പേടിച്ചോടുകയൊന്നും ചെയ്യാതെ അതിനെ ആക്രമിക്കാനായിട്ട് അദ്ദേഹം ധൈര്യം കാണിച്ചു. അത് രണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ടെമ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ടെമ്പു എന്താണ് ഉത്തരവാദിത്തമുള്ള ഒരു കുട്ടിയാണ് നമുക്ക് എങ്ങനെ പറയാം? ഏതൊക്കെ സിറ്റുവേഷൻ ആണ് സൂചിപ്പിക്കുന്നത്? took up his father's job, അല്ലെ? അവന്റെ അച്ഛന്റെ ജോലി അവൻ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് റെഡിയായി. പിന്നെ എന്താണ്? looked after the family in the place of his father. അവന്റെ അച്ഛന്റെ മരണശേഷം, അല്ലെ? അച്ഛൻ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം, അല്ലെ? അവന്റെ അച്ഛനെ, പെങ്ങളെയും അമ്മേനെയൊക്കെ നോക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞത് അവൻ അത് ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ റെഡിയായി, അല്ലെ? അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസും ടെമ്പുവിനെ കുറിച്ച് നമുക്ക് നല്ല ഉത്തരവാദിത്തമുള്ളൊരു കുട്ടിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ബാൽഡിയോയുടെ കാര്യവും ടെമ്പുവിന്റെ കാര്യവും വായിച്ചു നോക്കുക. രണ്ടുപേരും ഉത്തരവാദിത്തമുള്ള, അല്ലെ? അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മോസ്റ്റ് വൈൽഡ് ആനിമൽസ് അവോയ്ഡ് ഹ്യൂമൻ ബീങ്സ്, അല്ലെ?
മിക്കവാറും വൈൽഡ് ആനിമൽസ് മനുഷ്യനെ അവോയ്ഡ് ചെയ്യും, അല്ലെ, മനുഷ്യരെ അവഗണിച്ച് പോവുകയാണ് പതിവ്. വൈ ഡിഡ് ദിസ് ടൈഗർ കെയിം സ്ട്രേറ്റ് ടു ബാൽഡിയോ? പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ടൈഗർ സ്ട്രേറ്റ് ആയിട്ട് ബാൽഡിയോനെ ആക്രമിക്കാനായിട്ട് വന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് യൂസ്ഡ് ദ വേസ് ഓഫ് മെൻ ആൻഡ് എക്സ്പെക്ടഡ് ടു ബൗൾ ഓവർ ബാൽഡിയോ ഹു സ്റ്റൂഡ് ഇൻ ദ വേ. അപ്പൊ എന്താണ്, നമ്മുടെ മനുഷ്യന്മാര് കണ്ട ഒഴിഞ്ഞു മാറും, അല്ലെ, നമ്മള് സാധാരണ മനുഷ്യന്മാരൊക്കെ മൃഗങ്ങളെ കണ്ട പേടിച്ച് മാറും. പക്ഷെ ഇവിടെ ടൈഗർ നേരെ ഇയാളെ ആക്രമിക്കാൻ വന്നതിന് കാരണം മനുഷ്യൻ ഓടിയില്ല, ഇയാൾ ഓടാണ്ട് അവിടെ തന്നെ നിന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇയാളുടെ മനസ്സിൽ എന്താണ്? ടൈഗറിനെ കണ്ട പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല, എനിക്ക് അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താമുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹവും മാറിയില്ല. അപ്പൊ ടൈഗർ എന്ത് പ്രതീക്ഷിച്ചു? മനുഷ്യൻ മാറും, അല്ലെ, കണ്ടിട്ടുണ്ടെങ്കിൽ ഒളിക്കും, മാറും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ടൈഗർ പ്രതീക്ഷിച്ചതുപോലെ ബാൽഡിയോ ഒരു പേടിത്തൊണ്ടരൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വളരെ ധൈര്യശാലി ആയതുകൊണ്ട് അദ്ദേഹം ആ ടൈഗറിനെ നേരിട്ടു. അതുകൊണ്ട് ടൈഗർ എന്ത് ചെയ്തു? ടൈഗറും സ്ട്രെയിറ്റ് ആയിട്ട് ബാൽഡിയോനെ അറ്റാക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ വാസ് തെമ്പു ഫീലിംഗ് ദെൻ? അപ്പോ തെമ്പുവിന് എങ്ങനെയാണ് ഈ ഒരു ജോലി, അല്ല, അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം തെമ്പുവിന് എന്താണ് തോന്നിയത്? എന്താണ് അദ്ദേഹത്തിന് തോന്നിയത്? തെമ്പു തോട്ട് ദാറ്റ് ദ ലൈഫ് ഹാഡ് ടു ഗോ. അപ്പൊ തെമ്പു, അച്ഛൻ മരിച്ചു, അതുകൊണ്ട് ഇനി ജോലിക്കൊന്നും ഇല്ല, ഞാനിങ്ങനെ ഇരുന്നാ മതി, അങ്ങനെയൊക്കെ വിചാരിച്ച് ഡൗൺ ആയി പോയില്ല. അവൻ എന്ത് വിചാരിച്ചു? തെമ്പു തോട്ട് ദാറ്റ് ദ ലൈഫ് ഹാഡ് ടു ബി ഗോ ഓൺ. എന്തായാലും ജീവിതം മുന്നോട്ട് പോകണം, അല്ലെ, അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്, അവരെ നോക്കണം, അങ്ങനെ ഒരു ഉത്തരവാദിത്വം ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. നൗ ഓൾ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹിസ് ഫാമിലി വാസ് അപ്പോൺ ഹിം. അപ്പൊ അവന് മനസ്സിലായി, ഇനി കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്റെ ജോലിയാണ്, അല്ലെ, അച്ഛനും ചെയ്തിരുന്ന പോലെ വളരെ ഭംഗിയായിട്ട് ജോലിക്ക് പോവുക, കുടുംബം നോക്കുക, ആ ഒരു വലിയ ഉത്തരവാദിത്വം എന്റെ തലയിലായി, അല്ലെ, എന്റെ ആണ് ഇനി ആ ഒരു ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അവൻ പിന്നീട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നതുകൊണ്ടാണ് വളരെ ധൈര്യത്തോടു കൂടി അച്ഛൻ ചെയ്തിരുന്ന ആ ഒരു ജോലി ഏറ്റെടുക്കാനായിട്ട് അവൻ റെഡിയായത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ബോയ് വെയിറ്റ് ഫോർ? അപ്പൊ നമ്മൾ കേട്ടു, അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോയ്, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ വെയിറ്റ് ചെയ്തിരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ ടു ഷോ ദ ലാംപ് സിഗ്നൽസ്, അല്ലെ, നമ്മുടെ ട്രെയിൻ ആ ഒരു സിഗ്നൽ കാണിച്ച് കടന്നു പോകുന്നത് വരെയാണ് അവൻ വെയിറ്റ് ചെയ്തിരുന്നത്. എപ്പോഴാണ് വെയിറ്റ് ചെയ്തിരുന്നത്? ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മളോട് ആദ്യമേ ചോദിച്ചിട്ടുണ്ട്, അവൻ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നതെന്ന്. അന്ന് നമ്മൾ ആൻസർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അവന്റെ അച്ഛന്റെ കാലടികൾ, അല്ലെ, അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്ന് നോക്കിയിട്ട് അവൻ ഇരുന്നു എന്നാണ് പറയുന്നത്, അല്ലെ. ഇപ്പൊ ജോലിയൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ എന്താണ്, ആ ഒരു ട്രെയിൻ സിഗ്നലൊക്കെ കാണിച്ച് തിരിച്ചു പോകുന്നതൊക്കെ നോക്കിയാണ് അവൻ ഇരിക്കുന്നത്. അവൻ അവന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഉള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ തെമ്പു വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ്, അല്ലെ, തെമ്പു എന്തുകൊണ്ടാണ് ഒന്നിനെയും പേടിക്കാത്തത്? അല്ലെ, ചെറിയ കുട്ടിയല്ലേ, 12 വയസ്സേ ഉള്ളൂ നമ്മൾ സ്റ്റോറിയിൽ കണ്ടു, അല്ലെ. അപ്പൊ എന്താണ് ചോദ്യം? വൈ തെമ്പു വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ്? അവൻ ഒന്നിനെയും പേടിയില്ല. എന്തുകൊണ്ടാണ് അവന് പേടിയില്ലാത്തത്? തെമ്പൂസ് ഫാദർ കിൽഡ് ടൈഗർ, അല്ലെ, തെമ്പുവിന്റെ അച്ഛൻ ഒരു ടൈഗറിനെ കൊന്ന ആളാണ്, അല്ലെ. തെമ്പു ഹാഡ് ഹിസ് ഫാദേഴ്സ് ആക്സ് ടു സേവ് ഹിംസെൽഫ്. അപ്പോ തെമ്പുവിന്റെ അച്ഛനുള്ളതുപോലെ തന്നെ ഒരു വിശ്വാസവും അവനുണ്ട്. എന്താണ്? ഈ ഒരു ആക്സ് കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കണ്ട, എന്റെ അച്ഛന്റെ ആ ഒരു ധൈര്യവും വിശ്വാസവും ഒക്കെ ഈ ഒരു ആക്സ് കൂടെ ഉള്ളിടത്തോളം കാലം എന്റെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസവും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്? തെമ്പു ഹാഡ് ഹിസ് ഫാദേഴ്സ് ആക്സ് ടു സേവ് ഹിംസെൽഫ്. അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സെയിം ആക്സ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്താണ്, പേടിയൊന്നും തോന്നിയിരുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾക്ക് മിക്കവാറും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് മാത്രമേ വലുതായിട്ടുള്ളൂ, അല്ലെ, ബാക്കിയെല്ലാം നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. വൈ ഡിഡ് ബാൽഡിയോ ഹാവ് ടു ടേക്ക് അപ്പ് ദ ജോബ് ഓഫ് കലാസി? നമ്മൾ നേരത്തെ പറഞ്ഞു കലാസി എന്ത് ജോലിയാണെന്ന് പറഞ്ഞു, അല്ലെ, ആ സിഗ്നൽ കാണിക്കുന്ന ജോലിയാണ്, അല്ലാതെ ക്ലിയർ ആക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അയാൾ ആ ജോലി ഏറ്റെടുക്കാനായിട്ട് തയ്യാറായത്? അപ്പൊ എന്താണ് ചോദ്യം? ബാൽഡിയോ എന്തുകൊണ്ടാണ് ആ ഒരു ജോലി ഏറ്റെടുക്കാനായിട്ട് തയ്യാറായത്? എന്തുകൊണ്ടാണ്? ബാൽഡിയോ വാസ് എ നേറ്റീവ് ഓഫ് ട്രൈബൽ വില്ലേജ്, അല്ലെ, ബാൽഡിയോ നമ്മുടെ അവിടെ ഒരു ട്രൈബൽ ആണ്, അല്ല, അദ്ദേഹം ഒരു ആദിവാസിയാണ്. അദ്ദേഹം ആ ഒരു കാടിന്റെ അതിർത്തിയിലൊക്കെ താമസിക്കുന്ന, കാടൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ആളാണ്. He had a few rice field which could not support his family. അദ്ദേഹത്തിന് നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഫീൽഡ്, അല്ലെ, പാടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തെ വരുമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയെ നോക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. സോ ഹി ഡിസൈഡഡ് ടു കലാസി ജോബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ജോബ്, ഒരു കലാസി എന്ന് പറയുന്ന
ഈ ഒരു ജോലിയും കൂടി ഏറ്റെടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. ഓൾദോ ദിസ് ജോബ് വാസ് ഫുൾ ഓഫ് ഡേഞ്ചേഴ്സ്. അപ്പൊ ഏറ്റെടുത്ത ഈ ജോലി എങ്ങനെയുള്ളതായിരുന്നു? ഫുൾ ഓഫ് ഡേഞ്ചേഴ്സ്, അല്ലെ, നിറയെ അപകടങ്ങൾ നിറഞ്ഞത് ആയിരുന്നു. ഹി വാസ് റെഡി ടു ഡു ഇറ്റ് ഫോർ ഹിസ് ഫാമിലി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കണം എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹം ഈ ഒരു അപകടം നിറഞ്ഞ ജോലി വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുക. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? വൈ ഡിഡ് ബാൽബിയോ ഹാവ് ടു ടേക്ക് ഇറ്റ് ദ ജോബ് ഓഫ് കലാസി? അല്ലെ, കലാസി എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ജോലി അദ്ദേഹം ഏറ്റെടുത്തു. സിഗ്നൽ കാണിക്കുന്ന ജോലിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അവരുടെ ഒരു കർഷകരാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവരുടെ ആ ഒരു നെല്ല് അതൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പൈസയൊന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ അപകടം നിറഞ്ഞ ഈ ഒരു ജോലിയും കൂടി ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Why did Balbio not part with his axe? Who made that weapon? അപ്പൊ ബാൽബിയോ എന്തുകൊണ്ടാണ് നോട്ട് പാർട്ട് വിത്ത് ഹിസ് ആക്സ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അത് മാറ്റാത്തത്? അതെന്താണ് കയ്യിൽ നിന്ന് ഒഴിവാക്കാത്തത്? അങ്ങനെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് അത് നമ്മൾ പറഞ്ഞു അല്ലെ, അദ്ദേഹത്തിന്റെ അച്ഛൻ സമ്മാനിച്ചതാണ്, അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമാണ്, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ ധൈര്യവും ഒക്കെ ആ ഒരു ആക്സ് കയ്യിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, അതുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. The small axe was made by his father. അദ്ദേഹത്തിന്റെ അച്ഛൻ അല്ലെ, ബാൽബിയോയുടെ അച്ഛൻ അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് ആ ഒരു ചെറിയ ആക്സ്. ഹിസ് ഫാദർ ഗേവ് ദാറ്റ് ആക്സ് ടു ബാൽബിയോ. അദ്ദേഹത്തിന്റെ അച്ഛനാണ് അദ്ദേഹത്തിന് അത് സമ്മാനിച്ചത്. ബാൽബിയോ ലേൺ ടു ഹാൻഡിൽ ദ വൈൽഡ് ആനിമൽസ് വിത്ത് ദ ആക്സ്. അപ്പൊ ഈ മൃഗങ്ങളെയൊക്കെ അതുകൊണ്ട് എങ്ങനെ ആക്രമിക്കാം, എങ്ങനെ നേരിടാം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദ ആക്സ് ഹെഡ് മെയ്ഡ് ഓഫ് പ്യുവർ സ്റ്റീൽ. അല്ലെ, അതിന്റെ ഹെഡ് തല ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സ്റ്റീൽ കൊണ്ടാണ്, പ്യുവർ സ്റ്റീലും കൊണ്ടാണ്. ബട്ട് ringing true like a bell had been made by his father over a charcoal fire to save oneself. അപ്പൊ അതിനകത്ത് ഒരു റിംഗ് ഉണ്ട് അല്ലെ, റിംഗ് അതായത് കിലുക്കം പോലെയുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരെ എന്താണ് ചാർക്കോളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് അവരെ തന്നെ, ആ ഉപയോഗിക്കുന്ന ആളുകളെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. Once Balbio killed a boar with the axe and they feasted on the victory for 3 days. അങ്ങനെ അത് വെച്ചിട്ട് അദ്ദേഹം ഇതിനു മുമ്പ് ടൈഗറിന്റെ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ആനിമലിനെ അദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അതവര് ആഘോഷിച്ചതുമാണ്. സോ ബാൽബിയോ നെവർ വാണ്ടഡ് ടു പാർട്ട് ഹിസ് ആക്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ആക്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്താലും ആ ഒരു ആക്സ് മാത്രം അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒഴിവാക്കിയിരുന്നില്ല. This small weapon gave him immense confidence. അത് അദ്ദേഹത്തിന് ഒരുപാട് കോൺഫിഡൻസ് നൽകിയിരുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അത് ഒരിക്കലും ഒഴിവാക്കാതെ ഇരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻസർ ഇൻ അബൌട്ട് 60 വേർഡ്സ്. ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 60 വാക്കിൽ ഉത്തരം എഴുതുക. അപ്പൊ ഏകദേശം ഒരു ഈ കഥയിലെ ഈ ഒരു സ്റ്റോറിക്കകത്തെ ഒരു കഥയൊക്കെ അതിനകത്തുനിന്ന് വരുന്നുണ്ടെന്ന് തോന്നും അല്ലെ. നമുക്ക് നോക്കാം. വാട്ട് ക്വാളിറ്റീസ് ഡു യു ഫൈൻഡ് ഇൻ ബാൽബിയോസ് ക്യാരക്ടർ? ഈ ബാൽബിയോ എന്ന് പറയുന്ന അച്ഛന്റെ സ്വഭാവത്തില് എന്തൊക്കെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിന്റെ എന്തൊക്കെ നല്ല ഗുണങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. എന്തൊക്കെ ഗുണങ്ങളാണ്? ബാൽബിയോ വാസ് എ ഖലാസി അറ്റ് ദ സിഗ്നൽ സ്റ്റോപ്പ്. ബാൽബിയോ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബാൽബിയോ വാസ് എ ഖലാസി അറ്റ് ദ സിഗ്നൽ. ഒരു ഖലാസി എന്ന് പറയുന്ന ഒരു ജോബാണ് ഈ ഒരു സിഗ്നൽ സ്റ്റോപ്പിൽ ചെയ്തിരുന്നത്. അതിനാണ് ആ ജോലിക്കാണ് ഖലാസി എന്ന് പറയുന്നത് കേട്ടോ. ഹി വാസ് പുവർ. അദ്ദേഹം എന്തായിരുന്നു? ഒരു പാവപ്പെട്ടവനായിരുന്നു. ഹി ഹാഡ് റൈസ് ഫീൽഡ് വിച്ച് വെയർ നോട്ട് ഇനഫ് ടു നറിഷ് ഹിസ് ഫാമിലി, സോ ഹി ടേക്ക് അപ്പ് ദ ജോബ് ഓഫ് ഖലാസി. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അവരുടെ ആ ഒരു റൈസ് ഫീൽഡ് അല്ല, നെല്ലൊക്കെ കൃഷി ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള വരുമാനം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഖലാസി എന്ന് പറയുന്ന ഒരു ജോബ് ഏറ്റെടുത്തത്. ഹി വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് വൈൽഡ് ആനിമൽസ്. അദ്ദേഹത്തിന് വൈൽഡ് ആനിമൽസ് അതായത് കാട്ടിലെ മൃഗങ്ങളെ ഒന്നും പേടി ഉണ്ടായിരുന്നില്ല. ഹി വാസ് സിൻസിയർ ടുവേർഡ്സ് ഹിസ് ഡ്യൂട്ടി ആസ് എ വാച്ച്മാൻ. അപ്പൊ അദ്ദേഹത്തിന് ഒരു വാച്ച്മാൻ എന്നൊരു ജോലിയോട് അദ്ദേഹം വളരെയധികം ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഒരു ജോലിക്കാരനായിരുന്നു. Even though he was able to escape from his duties due to the fear of wild animals, he never did it even in winter night. അപ്പോ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താണ് വൈൽഡ് ആനിമൽസിലെ പേടിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു ജോലിയിൽ നിന്നൊക്കെ ഒഴിവായി മാറാം അല്ലെ. പക്ഷെ ഒരിക്കലും അദ്ദേഹം അത് ചെയ്തിരുന്നില്ല. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി എന്താണ് വിന്റർ നൈറ്റിൽ അല്ലെ, നല്ല തണുപ്പുള്ള രാത്രികളിലൊക്കെ പോലും അദ്ദേഹം ആ ഒരു ജോലി വളരെ ധൈര്യത്തോടു കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. ബാൽബിയോ ഹാഡ് നോ ഫിയർ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ആനിമൽസ്. ബാൽബിയോയ്ക്ക് കാടിനെയും കാട്ടിലെ മൃഗങ്ങളെയും ഒരിക്കലും പേടി ഉണ്ടായിരുന്നില്ല.
ഹിസ് ലിറ്റിൽ ആക്സ് ഗേവ് ഹിം കോൺഫിഡൻസ്. അദ്ദേഹത്തിന് ആ ഒരു ചെറിയ ആക്സ് ആണ് അദ്ദേഹത്തിന് ഈ കോൺഫിഡൻസ് ഒക്കെ നൽകിയിരുന്നത്. ഹി ടുക്ക് പ്രൈഡ് ഓൺ ഹിസ് സ്കിൽ ഇൻ യൂസിങ് ദ വെപ്പൺ. അദ്ദേഹത്തിന് ആ ഒരു കോടാലി യൂസ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ആനിമൽസിനെ കീഴ്പ്പെടുത്തുന്നതിനും ഒക്കെ അദ്ദേഹം വളരെ പ്രൈഡ് ആയിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്നൊരു ആത്മവിശ്വാസം അല്ലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തന്നിൽ തന്നെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹി വൺസ് കിൽഡ് ദ ബോർ വിത്ത് ഇറ്റ്. ഒരിക്കൽ അദ്ദേഹം ഒരു കരടീനെ അതുകൊണ്ട് കൊന്നിട്ടുണ്ട്. ഹി വൂണ്ടഡ് ദ ടൈഗർ ബാഡ്ലി. അതിനുശേഷം അദ്ദേഹത്തിനെ മരണത്തിന് കാരണമാക്കിയ ടൈഗറിന്റെ അറ്റാക്ക് അല്ലെ, ആ ടൈഗറിന്റെ അറ്റാക്ക് വന്നപ്പോഴും എന്താണ്, അദ്ദേഹം പേടിച്ച് ഓടിയൊന്നുമില്ല, അദ്ദേഹം വളരെ ധീരമായിട്ട് അതിനെ ചെറുത്ത് നിന്നു അല്ലെ. ഹി വൂണ്ടഡ് ദ ടൈഗർ ബാഡ്ലി. അതുകൊണ്ടാണ് പറയുന്നത് ടൈഗറിന്റെ മുഖത്തൊക്കെ നല്ല ആഴത്തിലുള്ള മുറിവുകൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ഹി വാസ് കിൽഡ് അറ്റ് ലാസ്റ്റ് ബൈ ദ ടൈഗർ അല്ലെ. അദ്ദേഹം അങ്ങനെ ശ്രമിച്ചു, പക്ഷെ നിർഭാഗ്യവശാല് അദ്ദേഹത്തിന്റെ ആക്സ് നമ്മുടെ ടൈഗറിന്റെ ഷോൾഡറിന്റെ ബോൺസിൽ സ്റ്റക്ക് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്ത് പറ്റിയത്, ആ ഒരു അറ്റാക്കിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം വളരെ ധീരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവിൽ തന്നെ വിശ്വാസമുള്ള ഒരു ആളായിരുന്നു. അപ്പോ ഇത്രയും ക്വാളിറ്റീസ് ആണ് നമ്മൾ ബാൽഡിയോ എന്ന് പറയുന്ന ആ ഒരു ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. നമ്മൾ ചെറിയൊരു സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത്. ആകെ ബാൽഡിയോയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള തെമ്പു, രണ്ട് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും വരാറില്ല അല്ലെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലെ. മദറിന്റെയും സിസ്റ്ററിന്റെയും പേര് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ, അവരെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേര് ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിന്റെ പേര് ഓർക്കുക, അവരുടെ ക്യാരക്ടേഴ്സ് ഓർക്കുക. നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതും ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റോറി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ചെയ്യേണ്ട എന്താണ്, നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ആ പാസേജുകൾ ഉണ്ടല്ലോ, ഓരോ പാസേജും ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ പാസേജ് വായിച്ചു നോക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോറിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചു നോക്കുക, പാസേജ് വായിച്ചു നോക്കുക. അഗെയിൻ ന്യൂ വേർഡ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ന്യൂ വേർഡ്സും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. എങ്കിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പാസേജ് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക, ആൻസർ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു. Thank you. Thank you.